ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മളിന്ന് പപ്പയെ പിക്കാൻ പോകും. അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി പക്ക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആക്കണം. വേറെ ഒന്നുമല്ല, നമ്മൾ എനിക്ക് ചെറിയൊരു കല്യാണമൊക്കെ വരുവാണ്. അപ്പോൾ അതിന് പെണ്ണ് കാണലും പിന്നെ എൻഗേജ്മെൻറ്റ് പിന്നെ ഡ്രസ്സിങ് എടുക്കുന്നതും പിന്നെ എന്താണ് മോതിരം റിങ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ കുറേ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് വന്നിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും പക്ക സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. പിന്നെ വീഡിയോ ഒക്കെ ഇനി വേറെ ലെവലായിരിക്കും കേട്ടോ, ഇനി മുതലുള്ള വീഡിയോസ് മൊത്തം കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ ചേച്ചിയുടെ വണ്ടി എടുത്തുകൊണ്ട് നോക്കി. ഇനിയിപ്പം പപ്പയെ ഇന്ന് പിക്ക് ചെയ്യാൻ പോവാം. ഇനി പപ്പ ഇന്നിപ്പം ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഇന്ന് പപ്പയെ ഞാൻ വിളിക്കാൻ പോവാം. അപ്പം പപ്പ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പപ്പയ്ക്ക് ചെറിയ സർപ്രൈസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പപ്പ അറിയാം നമ്മളെന്തായാലും പോയി പിക്ക് ചെയ്യാൻ പോകാം കേട്ടോ. ഇനിയിപ്പം അമ്മയും വീട്ടിലെല്ലാവരും ഞാൻ വിളിക്കാനുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ചേച്ചിയുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം എന്തായാലും. അപ്പോൾ ഇന്നത്തെ ഇനി മുതൽ വീഡിയോസൊക്കെ അടിപൊളി വീഡിയോസ് ആയിരിക്കും. എല്ലാവരും പക്ക സപ്പോർട്ടൊക്കെ ആയിരിക്കണം. പിന്നെ എന്താണ് കല്യാണമൊക്കെയാണ്. അപ്പം എന്നെ കണ്ടത്ര ഏജ് തോന്നിക്കുന്നില്ല. എന്നാലും നമ്മുടെ ഈ എന്തായാലും കമൻറ്റ് ഇടുക എത്ര ഏജൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്രയേ ഉള്ളൂ, അല്ല ഇനിയിപ്പോൾ കണ്ടിന്യൂ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും പക്ക സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് അങ്ങോട്ട് പോകാം ഗൈസ്. എന്തായാലും എവിടെ പോടി? റെഡിയാ അമ്മ? റെഡിയാ? ഇവന് വെളിയിൽ കിടത്താനാണോ? അഞ്ചു പോവാം. അങ്ങനെ ഗൈസ് നമ്മളാണ്ട് ഇപ്പോൾ പപ്പ വിളിക്കാൻ പോകാം കേട്ടോ. നമ്മൾ പപ്പ വിളിക്കും. ഇപ്പോൾ ഏകദേശം 3:14. അപ്പോൾ പപ്പ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഡൗട്ടെല്ലാം അടിക്കാതിരിക്കത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോവാം. പിന്നെ വണ്ടി റോഡ് വെച്ച് കഴിഞ്ഞു. ഇപ്പം അങ്ങോട്ട് പോകണം. ഇനിയിപ്പം ചെറിയ സർപ്രൈസ് പറ്റിയെങ്കിൽ കൊടുക്കണം. അങ്ങനത്തെ ചെറിയൊരു വിശേഷങ്ങളുള്ളൂ. പിന്നെ എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണൊക്കെ അമർത്തുക. ഇനി കണ്ടിന്യൂസ് അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആട്ടോ ഇനി വരുന്നത്. ഇനിയിപ്പം എന്താണ് കുറച്ച് ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റ് പരമായിട്ടും പിന്നെ കുറച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഡ്രസ്സും റിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ വാങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇതിന് ഫുൾ ഡീറ്റെയിൽസ് ബാക്കി വരുന്നതാണ്. അപ്പം മാക്സ് ഇപ്പം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഗൈസ് നമ്മളുണ്ട് ഈ വണ്ടി കേട്ടോ. നമ്മുടെ ഇന്നിപ്പോൾ പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ വണ്ടിയാണ്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് ഇനി പോവാം. കേറ്. നല്ല വെയില്. അങ്ങനെ ഗൈസ് നമ്മളാണ്ട് വണ്ടി ഇനിയിപ്പോൾ അങ്ങോട്ട് എടുത്ത് ഇനിയിപ്പോൾ നേരെ ഇനിയിപ്പം ഇവിടുന്ന് 2 മണിക്കൂറോളം ഉണ്ട് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് 2 മണിക്കൂർ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ബീച്ചിലൊക്കെ കയറണമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നു. പിന്നെ ലുലുമാളിൽ കയറണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വണ്ടി നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കേട്ടോ. നമ്മുടെ തൊളുക്കോട്ട് ഉത്സവം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ഇത് പാർട്ടിയുടെയാണ് ഈ കൊടിയും. പക്ഷേ പോകേണ്ടത് ഉത്സവത്തിന് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ തന്നെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളാണ്ട് കുറേ നമ്മൾ വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കഴക്കൂട്ട് എത്തിയോ. കഴക്കൂട്ടത്ത് നിന്നാണ്ട് കഴിഞ്ഞപ്പോൾ ഇത് സൈനിക സ്കൂളാട്ടോ. ഇവിടെ നമ്മുടെ കഴക്കൂട്ടം സയൻസ് സ്കൂളിൽ ഞാനിവിടെ എക്സാമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിയില്ല. മാത്സിന് 8 നല്ല പൊട്ടി. അപ്പം നമ്മളിപ്പോൾ കഴക്കൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോകട്ടോ. ഇതായാലും മറ്റേ പാലം അത് ഇപ്പം തുറന്നില്ലായിരുന്നോ? അത് മറ്റേ എയർപോർട്ടും അത് പോകണം. ഇതായിപ്പോൾ തുറന്നു. കന്യാകുമാരി 96 കിലോമീറ്റർ, എയർപോർട്ട് 7 കിലോമീറ്റർ. ഇവിടെ കയറണം. ബാക്കി ഒരുപാടുണ്ട്. അടിപൊളിയല്ലേ അമ്മ? ഇതിനകത്ത് റൈഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടമ്മ? തൊട്ടപ്പുറം ഹോട്ടലും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ ഇനിയിപ്പോൾ നേരെ ബീച്ചിൽ പോയിട്ട് അത് കേട്ടമ്മ ബീച്ചിൽ കുറച്ച് നിൽക്കാം. അതായത് എയർപോർട്ടിലോട്ട് പോവാം.
6:30യോ? 6:30 എയർപോർട്ടിൽ അവിടെ ഇറങ്ങുന്നു. പിന്നെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങുന്നത്? 6:30 എത്തിയാൽ നല്ല രസമുണ്ട്. എത്ര മണിക്ക് എയർപോർട്ടിലോട്ട് വരുന്നേ? അത് ഫുൾ ഗ്രൗണ്ട് പോടെ. എന്ത് മറ്റേ ഇന്റർനാഷണൽ അപ്പുറത്തെ ഡൊമസ്റ്റിക് ഇവിടെ. നല്ല ആവശ്യമില്ല, ബാക്കി ഇരുന്നാൽ പറയായിരുന്നു. 5 ഉറങ്ങി കൈ മാത്രം എൻ്റെ അടുത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കും. അവൾ ഇത് മാത്രം എടുക്കാതെ. In 500 meters, turn left at All Saints College Junction onto Palayam Airport Road. ഞാൻ എനിക്ക് സൈഡ്. അങ്ങനെ കാര്യം നമ്മളോട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് പപ്പയെ ഇനിയിപ്പോൾ വിളിക്കാൻ പോകണം. അതിനുശേഷം ടൈം ആയിട്ടില്ല. അപ്പോൾ 5:15 ആയില്ല. നമുക്ക് 6:30 ഇറങ്ങിയാൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. ഇവിടുന്ന് എന്തെങ്കിലും ഐസ്ക്രീം കാര്യങ്ങൾ കഴിക്കണം. നിനക്ക് ഐസ്ക്രീം വേണ്ടേ? അഞ്ചു ഇറങ്ങുന്നോ? നനയാൻ വേണ്ടി കരുതില്ല. എന്തുവാന്നോ കാണിക്കുന്നേ? അന്തോടി അഞ്ചു വലിയത് 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 വലിയത്. അഞ്ചു എനിക്ക് ഹെലികോപ്റ്റർ ആണോ ഒറിജിനല്? എവിടെ? അങ്ങോട്ട് പോണോ? മറ്റേ എയർപോർട്സിന്റെ ഫ്ലൈറ്റിൻ്റെ ഇത് ഇറങ്ങണ്ടായിരുന്നോ? നോക്ക് എൻ്റെ അത് ഇവിടെ വരെ എൻ്റെ വെള്ളം കയറി. നമുക്ക് 5-5നായിട്ടൊന്നും ഇല്ല, എൻ്റെയാണ്. അവള് ചിരി നോക്ക്. ഓ നക്ക് നോക്ക് നക്ക് നോക്ക്. ഇതെന്തു വഞ്ചത്? ഇതാണ്ടേ നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ഇത് ഒറിജിനൽ സംഭവം കേട്ടോ. ഇത് എയർപോർട്ട് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും പിന്നെ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണിക്കണ്ടേ. അതെ ഇവിടെ തൊട്ടപ്പുറത്ത് അടിപൊളി ഫ്ലൈറ്റ് എയർപോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ ഇത് ഫുള്ള് ഇതിനകത്ത് കേട്ടമ്മ, ഇതിനകത്തുള്ളത് മൊത്തം എടുത്ത് കളഞ്ഞമ്മ. ഇതിനകത്ത് എഞ്ചിൻ അങ്ങനത്തെ ഒന്നും ഐറ്റംസ് ഒന്നും ഇല്ല, എല്ലാം എടുത്ത് മാറ്റി. ഹെലികോപ്റ്റർ ഇവിടെ 1972 കണ്ടത്. അല്ലേ ബുള്ളറ്റിനും മിസൈലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവിടെ ചെറുക കിടന്ന് ആടുന്ന്. അതുകൊണ്ട് ഇവിടെ വരെ ഉണ്ട് എല്ലാം അതിൻ്റെ ചെറുക. അമ്മ എയർപോർട്ടിലോട്ട് കയറുകയാണേ. പൈസ പാർക്കിങ്ങിന് ഇതെങ്ങോട്ടാ കയറുന്നേ? തിരിച്ചു കൊടുക്കാം. എത്ര മണിക്കൂറിനുണ്ട്? ഗ്യാസ് നമ്മൾ ആരെ വിളിക്കാനായിരുന്നു? ഗ്യാസ് നമ്മളെന്തായാലും പപ്പ വിളിക്കാൻ വന്നേട്ടോ. ഒരു സർപ്രൈസ് ആയിട്ട്. സർപ്രൈസ് ആവുമോ നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കതിന് അങ്ങോട്ട് പോവാം. ഇനിയിപ്പം ടൈമായി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് എത്ര 6:30 സംതിങ് കേട്ടോ. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി മൊത്തം ഒന്ന് അലിഞ്ഞ് ഊറ്റി വാരി ഇനിയിപ്പോൾ പപ്പ വിളിക്കാനുള്ള പോയി. ഇനിയിപ്പം നിങ്ങളിപ്പം തന്നെ അടിപൊളിയായിട്ട്
സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത്. ആരുടെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ എൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണ് വന്ന് വരുന്നത്. അതിൻ്റെ അനുസരിച്ചുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എന്തായാലും നമുക്കതിന് 10 വരെ നമുക്കത് നോക്കാം. എന്തിട്ട് ഗായ്സ് അങ്ങനെ പപ്പ വന്ന കേട്ടോ. അവിടെ നിൽപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണ്ടത് വേണ്ടായിരുന്നു. വേണ്ടേ അങ്ങനെ പപ്പ വന്ന് കൊല്ലത്തുള്ള ഞാനാണ്. ഇതാണോ വണ്ടി? അത് ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതാണോ വണ്ടി? ഇതാണോ വണ്ടി? പാപ്പ എടുത്തേക്ക് എല്ലാം എടുത്തേക്ക്. വണ്ടി ഞാൻ വണ്ടി എടുക്കാം. അത് കാണുന്നില്ല. അതാ ഇപ്പൊ ഏറ്റവും വലിയ ലുല്ലുമാളിപ്പാ. ആദ്യമായിട്ട് ലുല്ലുമാളി കയറുന്നത്. അതെ, എറണാകുളത്തിനേക്കാളും വലിയ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ ആയിരക്കണക്ക് വണ്ടി പാർക്ക് എടുക്കാനാ പാടില്ല. അതിനനുസരിച്ചായിരുന്നു വണ്ടി എടുക്കാവുന്ന രീതിയിൽ. അല്ലാതെ ഒരു വണ്ടി ഒരു സമയം എത്രയോ വണ്ടികൾ 100 വണ്ടി എടുത്ത് മാറ്റരുത്. ഒരു വണ്ടിക്ക് പോലും ബുദ്ധിമുട്ടാകും. ഇനി ഏറ്റവും മേളിലായിരിക്കും പോണ്ടേ. ഏതാ ഏറ്റവും മേളിലാണ് പോണ്ടേ നമുക്ക്. സത്യത്തിൽ ഗൾഫിൽ അതേ എന്തോന്ന് തന്നെ സിസ്റ്റം. ശനിയാഴ്ച ഭയങ്കര അലക്കായി. അമ്മ ഇതിനകത്ത് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടമ്മ. അതൊക്കെ ഉണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അല്ല കൊച്ചിയിലൊന്നുമില്ലമ്മ. കൊച്ചിയിൽ ചെറുതാ, ഇവിടെ വലുതാ. അവിടെ ഉണ്ട്. വണ്ടി കുറച്ചോട്ട് പോകുന്നുണ്ടോ? ഇതെല്ലാം പാർക്ക് ഇതുണ്ടോ? കുറച്ചോട്ട് പോയേക്കുന്നുണ്ടോ വണ്ടി? വണ്ടി ഇറങ്ങി എത്ര നേരം പാർക്ക് ചെയ്യണോ? ഇതെല്ലാം പാർക്ക് ചെയ്യും. പോണോന്നാ പറയുന്നത്. അല്ല, നമ്മള് അതിന് വണ്ടി ഇവിടെ കിടന്ന് മറന്നു പോയില്ലേ. ഇത് ഞാൻ തോന്നുന്നു. വേണ്ടേ, നമ്മളെങ്ങോട്ടാ ഞാൻ പോകുന്നേ? ഈ എത്ര 7 നിലയോ? ടോപ്പ് 8 നിലയുണ്ട് ടോട്ടല്. 4 ഒന്നില്ല. അതാണ്ട് ഇത് ഫാഷൻ സ്റ്റോറ്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ, ഹൈപ്പർ മാർക്കറ്റ്, ജീല്, PVR സിനിമാസ് അവിടെ, പിന്നെ എനിക്കറിയത്തില്ല എവിടേക്ക് ഗ്രൗണ്ട് അടിക്കുന്നത്.